ഒഡീഷയിലെ ബാലസോർ ട്രെയിൻ ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനാകാത്തതാണ് ബംഗാൾ ട്രെയിൻ അപകടത്തിനും കാരണമായത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവായിരുന്നു മോദി സർക്കാരിന്റെ 2 കാലയളവിലും റെയിൽവേ ചുമതല. സിഗ്നൽ സംവിധാനങ്ങളിലെ പിഴവും വേഗനിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാത്തതും ദുരന്തങ്ങൾ ആവർത്തിക്കുന്നതാണ്. 2023 ജൂൺ 2 ഒഡീഷയിലെ ബാലസോറിൽ 3 ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ വൻ ദുരന്തത്തിൽ 296 പേരാണ് മരിച്ചത്. രണ്ടാം മോദി സർക്കാരിന് കീഴിൽ അശ്വിനി വൈഷ്ണവായിരുന്നു അന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി. അപകട സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ കേന്ദ്രമന്ത്രി വൈകാരികമായി സംസാരിച്ചു. അപകടത്തിന് കാരണമായ സിഗ്നൽ സംവിധാനങ്ങളുടെ പിഴവും ട്രെയിനുകളുടെ വേഗ നിയന്ത്രണങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയും പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്ന കവച് സാങ്കേതികവിദ്യ കൊണ്ടുവരണമെന്ന ആവശ്യവും ചർച്ചയായി. 1 വർഷത്തിനപ്പുറം 3ാം മോദി സർക്കാർ അധികാരത്തിലേറി സമാനമായ ദുരന്തം ആവർത്തിക്കുമ്പോൾ അശ്വിനി വൈഷ്ണവ് തന്നെയാണ് റെയിൽവേയുടെ അമരക്കാരൻ. ഇത്തവണ ബംഗാളിലെ അപകട സ്ഥലത്തേക്ക് സാഹസികമായി ബൈക്കിൽ കയറിയെത്തിയ റെയിൽവേ മന്ത്രി പതിവ് പോലെ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്താൻ റെയിൽവേ പരാജയപ്പെടുന്നുവെന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് തുടർച്ചയായ സമാന അപകടങ്ങൾ. ഏറ്റവും സുരക്ഷിതമല്ലാത്ത യാത്രാ സംവിധാനമായി ഇന്ത്യൻ റെയിൽവേ മാറിയത് മോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിലാണ്. റെയിൽവേ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം തകൃതിയായി നടക്കുന്നു. 1956 പ്രകൃതി ദുരന്തം മൂലമുണ്ടായ ട്രെയിൻ അപകടങ്ങളുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ കെടുകാര്യസ്ഥത മൂലം ജീവനുകൾ പൊലിയുമ്പോഴും നരേന്ദ്രമോദിയും വകുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രിയും നഷ്ടപരിഹാരം നൽകിയും അനുശോചിച്ചും ഓരോ അപകടങ്ങളെയും തരണം ചെയ്ത് മുന്നേറുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.